ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുന്നതിനും മറ്റും ദൈവം തന്നിരിക്കുന്നതായ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നമ്മെ അത്ഭുതകരമായി പരിപാലിച്ചു. ദൈവത്തിൻ്റെ കൃപയ്ക്ക് നമ്മെ മറച്ചുകൊള്ളുന്ന വിധങ്ങളെ ഓർക്കുമ്പോൾ നന്ദി ചൊല്ലാതിരിക്കുവാൻ കഴിയില്ല. ആ നാളുകളെയും നമ്മൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രശ്നങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും നിറഞ്ഞ ഈ ലോകത്ത് നാം ജീവിക്കുന്നു. ആർക്ക് എന്താണ് സംഭവിക്കാൻ സംഭവിക്കുന്നതെന്നോ നമുക്കറിയാനായിട്ട് കഴിയുന്നില്ല. ഈ ഭാഗം പ്രാർത്ഥിച്ച് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് സർവശക്തിയുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, അവിടുത്തെ പൊന്നുപാദപീഠത്തിൽ ഞങ്ങൾ താണു വരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെ യാചനയും കേൾക്കുന്നവൻ കൂടെ ഉള്ളതിനാൽ സ്തോത്രം ചെയ്യുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും സഭയെ ഉറപ്പിക്കുകയും വ്യക്തികളെ നടത്തുകയും ചെയ്യുന്ന വിധങ്ങൾക്കായി സ്തോത്രം. വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. വിദേശങ്ങളിലും സ്വദേശങ്ങളിലും ദൂരസ്ഥലങ്ങളിലും ആയിരിക്കുന്നവരെ ഞങ്ങളപ്പൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. വിവിധ തൊഴിലുകൾ ചെയ്യുന്നവരെ സഹായിക്കണമേ. കർത്താവേ, അവർ ചെയ്യുന്ന തൊഴിലുകൾ ദൈവത്തിന് പ്രസാദപരമായിരിക്കാൻ അധ്വാനിച്ച് നിന്റെ ജീവിതം കഴിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ ഓർത്ത് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരുമാറാകണമേ. ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. മക്കളില്ലാതെ ഭാരപ്പെടുന്നവരെ ദൈവം സഹായിക്കുകയും അവർക്ക് മക്കളുണ്ടായി വരട്ടെ എന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ മക്കളെ ചൊല്ലി കരയുന്നവരുണ്ട്. അവരുടെ ദുശ്ചിന്തകളെക്കുറിച്ച്, ദുഷ്പ്രവൃത്തികളെക്കുറിച്ച് യേശുവിൻ്റെ നാമത്തിൽ ആ ദുരാത്മാവ് ശാസിക്കപ്പെടുവാനും ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടുവാനും കൃപ ചെയ്യണം. ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഇന്ന് ഒരു കവിതയുടെ ശകലം ചൊല്ലുവാനാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. പലപ്പോഴും കവിതകളും ചെറുകഥകളും എഴുതുവാനും പ്രസംഗങ്ങൾ പറയുവാനും ദൈവം ഇട നൽകിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ശാരീരികമായ ബലഹീനത നിമിത്തം ഭവനത്തിലായിരിക്കുന്നു. ഈ യൂട്യൂബിനെ കുറിച്ച് എനിക്ക് വലിയ ഗ്രാഹ്യമോ അറിവോ ഒന്നുമില്ല. മറ്റു പലരുടെയും സഹകരണം കൊണ്ട് അത് ചെയ്യുന്നതേ ഉള്ളൂ. ഇവിടെ ഇരിക്കുമ്പോൾ ആ കിട്ടുന്ന സമയം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുമെങ്കിൽ അത് ഒരു ഭാഗ്യമായി ഞാൻ മനസ്സിലാക്കുന്നു. പല ചെറുകഥകൾ എഴുതുവാനിടയായിത്തീർന്നു. കവിതകൾ എഴുതി പരസ്യപ്പെടുത്തുവാനും ഇടയായിത്തീർന്നിട്ടുണ്ട്. അത് ക്രിസ്തീയ മാസികകളിലും മറ്റുമൊക്കെ മാറാനാഥ പോലുള്ള മാസികകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ഷാജി സാറിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് പ്രസിദ്ധീകരിക്കുവാൻ അദ്ദേഹത്തിന് ദൈവം കൊടുത്ത നല്ല മനസ്സാക്ഷിക്കായും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു വീണ്ടും വരുമോ? ക്രിസ്തു എന്ന യേശു മഹനീയ ശുശ്രൂഷ ഇത്യാദി
പുസ്തകങ്ങൾ, 3 ചെറിയ കൊച്ചു പുസ്തകങ്ങൾ എഴുതുവാൻ, അത് പ്രസിദ്ധീകരിക്കുവാൻ, ബുക്ക് ലെറ്ററായി പ്രസിദ്ധീകരിക്കുവാൻ ദൈവം കൃപ തന്നിട്ടുണ്ട്. IPC, ഷാരോൺ, ചർച്ച് ഓഫ് ഗാഡ്, TPM, അതുപോലുള്ള പെന്തക്കോസ്ത് സംഘടനകളുമായിട്ട് പ്രവർത്തിക്കുവാനും അസംബ്ലീസ് ഓഫ് ഗാഡിൽ 28 വർഷം പാസ്റ്ററായി സേവിക്കുവാനും ദൈവം കൃപ തന്നു. മറ്റ് സംഘടനകൾ, ക്രിസ്തീയ സംഘടനകളെ ഞാൻ മാനിക്കുന്നു. ഈ കുക്ക് സാഹിബ് എന്ന് പറയുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ് 1911 ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയിൽ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പ്രവർത്തകനായിട്ട് പ്രവർത്തിക്കുകയും പിന്നെ അദ്ദേഹം K. എബ്രഹാം സാറുമായിട്ട് ചേർന്ന് IPC രൂപപ്പെടുത്തുകയും പിന്നെ ചർച്ച് ഓഫ് ഗാഡുമായിട്ട് ചേർന്ന് ആ സംഘടന രൂപീകരിക്കുകയും പിന്നീട് അദ്ദേഹം സിലോണിലേക്ക് ചെന്ന് സിലോൺ പെന്തക്കോസ്ത് മിഷൻ എന്ന ഒരു സംഘടന രൂപീകരിക്കുവാനിടയായിത്തീർന്നു. എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ. ഇവിടെ എല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി കൂടെ ഉണ്ടായിരുന്നു. എല്ലാം ത്യജിച്ച് ത്യാഗികളായി സംഘടനാഭേദമന്യേ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവമക്കളുമായിട്ടും എനിക്ക് നല്ല കൂട്ടായ്മ പുലർത്തുവാൻ ഇടയായിത്തീർന്നിട്ടുണ്ട്. നമ്മൾ പ്രവർത്തിക്കുക, ഫലം തരുന്നത് ക്രിസ്തുവാണ് എന്ന് ഓർത്ത് പോവുക എന്നാണ് എൻ്റെ വിശ്വാസം. ഈ സബ്സ്ക്രൈബ് ചെയ്യുക എന്നും ഷെയർ ചെയ്യുക എന്നും ലൈക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ ചെറുപ്പകാലത്തിൽ ഇതൊന്നും പാടില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരവസരമുണ്ടായിരുന്നു. കാലം മാറി. ഇപ്പോൾ ഈ യൂട്യൂബ് ഉള്ളതുകൊണ്ട് ഇതിലൂടെ നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരോട് അറിയിക്കുവാൻ ദൈവം അവസരം തന്നിരിക്കുന്നു. അപ്പോൾ ചെറുപ്പകാലത്ത് ഇതൊന്നും പഠിക്കുവാനായിട്ടിടയായി തീർന്നിട്ടില്ല. അത് മൂലമുണ്ടാകുന്ന കുറവുകളെ ദൈവ സന്നിധി ക്ഷമിക്കണമേ എന്ന് പറയുകയും എന്നെ നിങ്ങൾക്ക് സഹകരിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രവൃത്തി വിജയപ്രദമായി തീരുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്നെ കൂടെ സഹകരിക്കുവാൻ പിന്നെയും ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ഇന്ന് ചൊല്ലുന്ന കവിത അത്ര മെച്ചമോ ഭംഗിയോ ഉള്ളതൊന്നുമല്ല. എന്നാൽ ദൈവം തന്ന കൃപയ്ക്കൊത്തോണം ചെയ്യുന്നു. മധ്യസ്ഥൻ എന്നാണ് ഈ കവിതയുടെ പേര്. മധ്യസ്ഥൻ. ഞാൻ ചൊല്ലട്ടെ. രോഗത്തിൻ തീഷ്ണദൃഷ്ടി ഞാൻ കണ്ടു, അത് ചുവന്ന് കറുത്ത് വിരൂപമായി എന്നെ തുറിച്ചു നോക്കി ഹസിച്ചു. ഭയവും എന്നെ പിടിച്ചു, സഹചര്യം ചിരിച്ചു. രോഗത്തിൽ തീഷ്ണത ദൃഷ്ടി ഞാൻ കണ്ടു, അത് ചുവന്ന് കറുത്ത് വിരൂപമായി എന്നെ തുറിച്ചു നോക്കി ഹസിച്ചു. ഭയവും എന്നെ പിടിച്ചു, സഹചര്യം ചിരിച്ചു. കളത്രം ചൊല്ലി ദൈവത്തെ തള്ളി ചത്തുകൂടെ. കളത്രം ചൊല്ലി ദൈവത്തെ തള്ളി ചത്തുകൂടെ. സന്താനമെല്ലാം കൊടും നിദ്രയിലാണ്ടില്ലേ. അസഹനീയ ദുർഗന്ധം വമിക്കുന്ന നിന്റെ ദേഹം, നിന്റെ കപടഭക്തി തന്നെ കാരണം. സന്താനമെല്ലാം കൊടും നിദ്രയിലാണ്ടില്ലേ.
അസഹനീയ ദുർഗന്ധം വമിക്കുന്നു നിന്റെ ദേഹം. നിന്റെ കപടഭക്തി തന്നെ കാരണം. ആവുന്ന കാലത്ത് നീരാട്ടിനു കൊടുത്തു ക്ഷീരസരോവരം ഭക്തിക്കും മക്കൾക്ക്. ആവുന്ന കാലത്ത് നീരാട്ടിനു കൊടുത്തു സരോവരം ഭക്തിയും മക്കൾക്ക്. രാജകുമാരരെ പോലെ വാണവർ സുഗന്ധത്തിമിർത്തിൽ നീരാടി. രാജകുമാരന്മാരെ പോലെ വാണവർ സുഗന്ധത്തിമിർത്തിൽ നീരാടി. വരുണൻ വന്നു സർവനാശകനായി. കീടത്തിൽ കുളിച്ചു ഞാൻ പുഴുക്കളെ ഞാൻ ദേഹത്തെ തുളച്ചു കുടിച്ചു നിണം തിമിർത്തു. ദേഹഹത്യ മാത്രമൻ മുന്നിൽ കണ്ടു. വരുണൻ വന്നു സർവനാശകനായി. കീടത്തിൽ കുളിച്ചു ഞാൻ പുഴുക്കളെ എൻ ദേഹത്തെ തുളച്ചു കുടിച്ചു നിണം തിമിർത്തു. ദേഹഹത്യ മാത്രമൻ മുന്നിൽ കണ്ടു. സഖികൾ തൻ സാന്ത്വനം കപടമായി തോന്നി. സഖികൾ തൻ സാന്ത്വനം കപടമായി തോന്നി. പൊട്ട വൈദ്യന്മാരെന്ന് ഞാൻ ചൊല്ലി ആട്ടിപ്പുറത്താക്കി. വേദനയാൽ രോഗത്താൽ പ്രതീക്ഷ അറ്റവന്റെ തേങ്ങൽ കണക്കേ. പൊട്ട വൈദ്യന്മാർ എന്ന് ഞാൻ ചൊല്ലി ആട്ടിപ്പുറത്താക്കി. വേദനയാൽ രോഗത്താൽ പ്രതീക്ഷ അറ്റവന്റെ തേങ്ങൽ കണക്കേ. ക്ഷീരത്തിൽ കുളിച്ച എൻ ശുഭകാലമോർത്തു. ഇന്ന് പുഴുക്കളൻ നിണം കുടിച്ചു തിമിർത്തു. ക്ഷീരത്തിൽ കുളിച്ച എൻ ശുഭകാലമോർത്തു. ഇന്ന് പുഴുക്കളൻ നിണം കുടിച്ചു തിമിർത്തു. ദുർസ്വപ്നമൻ ഹൃത്തെ തകർത്തു. ഇഹലോകവാസം അശേഷം മടുത്തു. ഇന്ന് പുഴുക്കളൻ നിണം കുടിച്ചു തിമിർത്തു. ദുർസ്വപ്നമൻ ഹൃത്തെ തകർത്തു. ഇഹലോകവാസം ഞാൻ മടുത്തു. പുഴുക്കളൻ അസ്ഥികളെ തകർക്കവേ. ദുർസ്വപ്നമൻ കിടക്കയെ നടുക്കവേ. ഞെരക്കം മാത്രമെൻ ജീവിതം തകർക്കവേ. കരഞ്ഞു ഞാൻ ഉറക്കെ നിലവിളിക്കവേ. പുഴുക്കളൻ അസ്ഥിയെ തുളയ്ക്കവേ. ദുർസ്വപ്നമൻ കിടക്കയെ നടുക്കവേ. ഞരക്കം മാത്രമൻ ജീവിതം തകർക്കവേ. കരഞ്ഞു ഞാൻ ഉറക്കെ നിലവിളിക്കവേ. പാതാള ഗോപുരമൻ മുന്നിൽ കണ്ടു ഞാൻ. ഭക്തി എന്ന മഹാശ്രയം ഹൃത്തെ പിടിച്ചു ഞാൻ. പാതാള ഗോപുരമൻ മുന്നിൽ കണ്ടു ഞാൻ. ഭക്തി എന്ന മഹാശ്രയം ഹൃത്തെ പിടിച്ചു ഞാൻ. നഷ്ടപ്പെട്ട സന്താനങ്ങളെ മുന്നിൽ കണ്ടു ഞാൻ. തേങ്ങി തേങ്ങി ആശ്വാസം ത്യജിച്ചു ഞാൻ. നഷ്ടപ്പെട്ട സന്താനങ്ങളെ മുന്നിൽ കണ്ടു ഞാൻ. തേങ്ങി തേങ്ങി ആശ്വാസം ത്യജിച്ചു ഞാൻ. അയ്യോ, സഹതപിപ്പാനാരുമില്ല, പണമില്ല, മക്കളില്ല, പരിചാരകരില്ല. കേണു ഞാൻ അലറിക്കരഞ്ഞു. എനിക്കൊരു മധ്യസ്ഥനുണ്ടായിരുന്നെങ്കിൽ. അയ്യോ, സഹതപിപ്പാനാരുമില്ല, പണമില്ല, മക്കളില്ല, പരിചാരകരില്ല. കേണു ഞാൻ അലറിക്കരഞ്ഞു. എനിക്കൊരു മധ്യസ്ഥൻ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ കണ്ടു ഞാൻ ഇടിമുഴക്കത്തിൽ അവനെ.
എൻ്റെ മധ്യസ്ഥനെ നിഗന്ധം മുഴങ്ങും ശബ്ദത്തിൽ എൻ്റെ ദൃഷ്ടി അടച്ചു കർണപുടം നിവർത്തിയിരുന്നു പോയി. അപ്പോൾ കണ്ടു ഞാനടി മുഴക്കത്തിൽ അവനെ, എൻ്റെ മധ്യസ്ഥനെ നിഗന്ധം മുഴങ്ങും ശബ്ദത്തിൽ എൻ്റെ ദൃഷ്ടി അടച്ചു കർണപുടം നിവർത്തിയിരുന്നു പോയി. മാറില്ല ഞാൻ, മറക്കില്ല ഞാൻ എന്ന ആ സ്വരം, ഇനി കരയേണ്ട മകനെ ഞാൻ നിന്റെ ദൈവം. മാറില്ല ഞാൻ, മറക്കില്ല ഞാൻ എന്ന ആ സ്വരം, ഇനി കരയേണ്ട മകനെ ഞാൻ നിന്റെ ദൈവം. പിന്നെ കാഞ്ചനത്തിൻ പെരുമഴ കൊണ്ടവൻ നിറച്ചു സുലഭമായി, പിന്നെ കാഞ്ചനത്തിൻ പെരുമഴ കൊണ്ടവൻ നിറച്ചു സുലഭമായി. മക്കൾ സൗന്ദര്യധാമങ്ങളായി പുറത്തു വന്നു, എൻ്റെ ഗാത്രവും സുഗന്ധപൂരിതമായി. മക്കൾ സൗന്ദര്യധാമങ്ങളായി പുറത്തു വന്നു, എൻ്റെ ഗാത്രവും സുഗന്ധപൂരിതമായി. സർവം ശുഭം. ഒരു സ്വപ്നം കണക്കെ ഇരുട്ടുമാറി, ആ മായ മായ എന്ന് പോലെ ചൊല്ലിക്കാലം. ഒരു സ്വപ്നം കണക്കെ ഇരുട്ടുമാറി, ആ മായ മായ എന്ന് പോലെ ചൊല്ലിക്കാലം. ആ മായ മായ എന്ന പോലെ ചൊല്ലിക്കാലം. കവിത ഇവിടെ അവസാനിക്കുന്നു. ഒരു ചെറിയ കവിതയാണ്. ഇനി ദൈവം അനുവദിച്ചാൽ ചെറുകഥകൾ നമുക്ക് കേൾക്കുവാനായിട്ടിടയായിത്തീരും. അത് മറ്റുള്ളവർക്കും പ്രയോജനമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉപകാരം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ആമേൻ.